സ്റ്റാൻഡ് ഉണ്ടാക്കി നോക്കാം. അതായത് ഈ പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ഈസി ആയി ഉണ്ടാക്കാൻ പറ്റുന്ന പെൻ സ്റ്റാൻഡ്. സ്കൂളൊക്കെ തുറക്കാൻ പോകല്ലേ, അപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് തന്നെ അല്ലെങ്കിൽ മക്കളെ കൊണ്ട് തന്നെ പെൻ സ്റ്റാൻഡ് ഉണ്ടാക്കിക്കും. ഓക്കെ, അതിന് നമ്മളിവിടെ കളർഫുൾ പേപ്പറുകളാണ് വേണ്ടത്. അത് നമുക്ക് സമചതുരാകൃതിയിലുള്ള പേപ്പറാണ് വേണ്ടത്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കോണോട് കോൺ ചേർത്ത് പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഒരേ അളവിലാക്കി എടുക്കുക. മടക്കി ഈ പോർഷൻ വിട്ട് ഇപ്പുറത്തെ പോർഷൻ കട്ട് ചെയ്തെടുക്കുക. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ കാണിച്ചു എന്ന് മാത്രം. നമുക്ക് വേണ്ടത് 6 പീസാണ് വേണ്ടത്. ഇതുപോലത്തെ ഇതിൽ ഒരു കളർ എടുത്ത് 6 പീസും സെയിം പാറ്റേണിൽ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഇതാദ്യം ഉള്ളിലോട്ട് മടക്കുന്നു. ഈ നടുക്കിലോട്ടുള്ള മടക്കിലോട്ട് ഒന്നുകൂടെ മടക്കുന്നു. ഇപ്പുറത്തെ പോർഷനിൽ നിന്നും അതുപോലെ തന്നെ മടക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് തുറന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇത് നടുമടക്കി ഇനി ഇത് ഉള്ളിലോട്ട് മടക്കുന്നു. ഇപ്പുറത്തെ സൈഡ്. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ കിട്ടി. അത് കഴിഞ്ഞാൽ ഈ എഡ്ജ് ഉള്ളിലോട്ട് മടക്കാം. ഈ സൈഡും ഉള്ളിലോട്ട് മടക്കാം. 4 സൈഡും ഇതുപോലെ തന്നെ മടക്കാം. ഓക്കെ, 4 ഉൾവശത്തോട്ട് മടക്കി ഒരു ഡോറ് പോലെ ഉള്ളിലോട്ട് മടക്കുക. മറച്ചു വെച്ച് ഈ മടക്ക് ഉള്ളിലോട്ട്, അതുപോലെ തന്നെ ഈ മടക്കും ഉള്ളിലോട്ട്. ഓക്കെ, ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി അത് കഴിഞ്ഞ് മറച്ചു വെച്ച് ഈ മടക്കുള്ള ഭാഗം ഇങ്ങോട്ടും മടക്കി ഈ മടക്ക് ഇങ്ങോട്ടും മടക്കി. ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ മടക്ക് ജസ്റ്റ് ഒന്ന് മടക്കുന്നത് ഉള്ളിലേക്ക് മടക്ക് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഈ ഗ്രൂവിൻ്റെ ഉള്ളിലേക്ക് ഒരു സൈഡിലോട്ട് ഒരെണ്ണം കയറ്റി വെച്ച് ഇതിങ്ങനെ കയറ്റി വെച്ച് കൊടുക്കും. അപ്പോൾ നോക്കൂ, ഇതുപോലെ കിട്ടും. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെച്ച് കൊടുത്താൽ മതി. ഇതുപോലത്തെ 6 പീസ് നമുക്ക് ഉണ്ടാക്കണം. നമുക്ക് ഇതുപോലത്തെ 6 പീസാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ 6 പീസുകൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വയ്ക്കും. മൾട്ടി കളറായിട്ട് സെറ്റ് ചെയ്യുമ്പോഴല്ലേ കാണാൻ ഭംഗി, അതുകൊണ്ടാണ് മൾട്ടി കളർ എടുത്തത്. ഇത് വേണമെങ്കിൽ 6 പീസായിട്ട് നമുക്ക് 6 കളേഴ്സിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റ കളറിൽ തന്നെ ചെയ്യാം. ഇതുപോലെ സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് നമ്മൾ ഇതുപോലെ വെച്ച് ഈ സൈഡ് കുറച്ച് ഗ്ലൂ വെച്ച് ഇത് കൊട്ടിപ്പിടിക്കാം. ഈ പോർഷൻ എപ്പോഴും പുറത്തേക്ക് വരണേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് ഉള്ളിൽ കയറ്റി വയ്ക്കാം. ചെറിയ ഇപ്പോൾ റബ്ബറോ അല്ലെങ്കിൽ സ്കെയിലോ ഒക്കെ വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് സെറ്റാക്കി വയ്ക്കാം. ഇതൊന്ന് ഉണങ്ങി ഇനി അടുത്തത് നമുക്ക് ഉൾഭാഗത്ത് പേപ്പർ ആയത് കാരണം വേഗം ഒട്ടിക്കോളും, ഈസിയാണ് അത് കാരണം. അടുത്ത ആക്കി നെക്സ്റ്റ് കളറ് അടുത്ത കളർ വയ്ക്കുന്ന അടുത്തതിൻ്റെ 2 സൈഡിൽ നമുക്ക് ഒട്ടിക്കണം. രണ്ട് സൈഡും ഒരേപോലെ ആക്കി ഒട്ടിച്ചു കൊടുക്കുക. ഇതൊരല്പം കട്ടിയുള്ള പേപ്പറിൽ ചെയ്യായിരിക്കും നല്ലത്. അപ്പം കുറച്ചും കൂടെ സ്റ്റിഫായിട്ട് നിൽക്കും. ഇത് നമുക്ക് ഒന്നും കൂടെ ഒട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു റബ്ബർ ബാൻഡ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഒന്ന് ടാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല സ്റ്റിക്കായിട്ട് കെട്ടിക്കാണും. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം പശയും പേപ്പർ ആയത് കാരണം വേഗം ഒട്ടും.
ഇനി നമുക്ക് ഇതുപോലെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിനൊരു ബേസ് വേണ്ടേ, അടിഭാഗം വേണ്ടേ. സെയിം കളറുള്ള ഒരു പേപ്പർ എടുത്ത് ഇത് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിവിടെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എക്സസ് വരുന്ന ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിത് നമ്മുടെ സാധാരണ പെൻ സ്റ്റാൻഡ് പോലെ തന്നെ എന്ത് സാധനങ്ങളും വേണമെങ്കിൽ ഇട്ട് വയ്ക്കാം. ഇപ്പോൾ ഈ ചെറിയ പേപ്പർ പിന്ന് അല്ലെങ്കിൽ പേപ്പർ ക്ലിപ്പുകൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ചെറിയ നോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് വയ്ക്കാം. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് പേപ്പർ